ബഹുമാന്യനായ അഡ്വക്കേറ്റ് പി ടി എ റഹീം MLA അവർകൾ, അധ്യക്ഷവേദിയിലെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാർ, കക്ഷി രാഷ്ട്രീയ നേതാക്കന്മാർ, കാറ്റലിസ്റ്റിൻ്റെ രൂപീസ് മാസ്റ്റർ ഉൾപ്പെടെ ഏറെ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, നരിക്കുനിയെ സംബന്ധിച്ചിടത്തോളം നരിക്കുനിയിലെ പൊതുമണ്ഡലങ്ങളിൽ ഏത് സമയത്തും മുഴങ്ങിക്കേൾക്കുന്ന ചുരുക്കം ചില പേരുകളിൽ ഒന്നാണ് കാറ്റലിസ്റ്റ്. അത് നരിക്കുനി മാത്രമല്ല, മറ്റു പ്രദേശങ്ങളിലും അതിൻ്റെ ശാഖകൾ ഉണ്ട്. അവിടെയെല്ലാം വിദ്യാഭ്യാസ രംഗത്ത്, പ്രത്യേകിച്ച് 1997 എന്ന് പറയുമ്പോൾ ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയോ ഇന്നത്തെ വിദ്യാഭ്യാസ നിലവാരമോ ഒക്കെ വ്യത്യസ്തമുള്ളൊരു കാലഘട്ടത്തിലാണ് കാറ്റലിസ്റ്റ് ആരംഭിച്ചിട്ടുള്ളത്. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളിൽ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും വ്യത്യാസമനുസരിച്ച് 60% മുതൽ 85%, ചില വിദ്യാലയങ്ങളിൽ 100 വരെ എത്തുന്ന സാഹചര്യത്തിൽ കാറ്റലിസ്റ്റിൻ്റെ കുടക്കീഴിലേക്ക് വരുന്ന കുട്ടികളെ മുഴുവൻ വിജയിപ്പിച്ച് അതിൻ്റെ ഗുണഫലം അതാത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ലഭ്യമാകുന്നത് വരെയുള്ളൊരു നിതാന്തമായ ശ്രമത്തിനാണ് കാറ്റലിസ്റ്റ് മുന്നോട്ട് പോയത്. പ്രത്യേകിച്ച് അന്ന് ട്യൂഷൻ സെൻ്റർ എന്ന് പറയുമ്പോൾ അധികം ആളുകളൊന്നും ചേരാത്തൊരു കാലഘട്ടം കൂടിയാണ്. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ സ്കൂളിൽ നിന്നും ലഭിക്കുന്ന വിദ്യാഭ്യാസം കൊണ്ട് മാത്രം മുന്നോട്ട് പോയിരുന്നൊരു കാലഘട്ടത്തിൽ ഇന്ന് നേരെ തിരിച്ചാണ്. SSLC പരീക്ഷ കഴിയുന്നൊരു കുട്ടി മാർച്ച് 30 ആദ്യം പോയി ജോയിൻ ചെയ്യുന്നത്. അതിൻ്റെ റിസൾട്ട് ഏകദേശം ആ കുട്ടിക്ക് ഒരു ധാരണയുണ്ടെന്ന് വകവെച്ചാൽ ആദ്യം പോയി ജോയിൻ ചെയ്യുന്നത് ഇത്തരം സ്ഥാപനങ്ങളിലാണ്. ഈ സ്ഥാപനങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്തുള്ളൊരു ഇമ്പാക്റ്റ് കുട്ടികളെ മുഴുവൻ മാർക്ക് വാങ്ങുക എന്നൊരു ലക്ഷ്യത്തിലേക്ക്, ഒരു സ്വപ്നത്തിലേക്ക് അവരുടെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് അത് കാറ്റലിസ്റ്റ് പോലുള്ള സ്ഥാപനങ്ങളുടെ സംഭാവനയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 60%, 70% മതി, ബാക്കി 30 പേർ പരാജയപ്പെടുവാനുള്ളതാണ് എന്നൊരു നിലവാരത്തിൽ നിന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും വിദ്യാർത്ഥികളെയും മാറി ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്, ആ ഒരു പ്രേരണയ്ക്ക് നരിക്കുനിയെ സംബന്ധിച്ചിടത്തോളം കാറ്റലിസ്റ്റ് മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിക്കുവാൻ അദ്ദേഹം തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ നരിക്കുനിയിലെ പരിസര പ്രദേശങ്ങളിലെയും, അത് ബാലുശ്ശേരി ആയാലും താമരശ്ശേരിയും ചേളന്നൂരുമൊക്കെ, ഏത് പൊതുപ്രവർത്തന മേഖല കടന്നു വരുമ്പോഴും രൂപീഷ് മാഷുടെ സമീപമെത്തുമ്പോൾ അതിന് വലിയൊരു സഹായം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും പൊതുപ്രവർത്തന ഭാഗത്തുനിന്നും ഉണ്ടാവാറുണ്ട്. പൊതുപ്രവർത്തന മേഖലയിൽ, ആരോഗ്യ, വിദ്യാഭ്യാസ, മറ്റു മേഖലയിലൊക്കെ സഹായം ചോദിച്ച് അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിനത് ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അദ്ദേഹം അതിനെക്കുറിച്ചൊരു 1-2 ദിവസം കൊണ്ടൊന്ന് പഠിക്കും. അത് എത്ര പേർക്ക് ഉപകാരപ്പെടുന്നതാണ്, അത് സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം എന്താണെന്ന് ഒന്ന് ചെല്ലുന്ന ആളുകളോട് ചോദിക്കും. 2, അദ്ദേഹത്തിൻ്റെ നെറ്റ്വർക്കിലുള്ള ആളുകളോടൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി അത് സമൂഹത്തിൻ്റെ ഒരുപാട് പേരുടെ കണ്ണീരൊപ്പുവാനും ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകുന്നതുമാണെങ്കിൽ അതിൽ അതിർവരമ്പുകൾ അദ്ദേഹം നിശ്ചയിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ന് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരിൽ, പ്രത്യേകിച്ച് അതൊരു നാടിനൊരു മാതൃകാപരവും കൂടിയാണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഭൂരിപക്ഷം ആളുകളും എന്ന് പറയുന്നില്ല, എങ്കിലും അതിൻ്റെ ഒരു നാമ്പ് നമ്മുടെ നാട്ടിൽ പൊട്ടിപ്പുറപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. മാതാപിതാക്കളൊക്കെ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു കാലഘട്ടം ജീവിച്ച് തീർക്കുന്നത് വരെ അതിൽ നിന്നും മാറ്റം വന്നിട്ടുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരെ ബഹുമാനവും ആദരവോടും നോക്കാത്തൊരു സമൂഹത്തിൽ അവരുടെ മരണാന്തരം അവരെ പേര് പോലും ഉച്ചരിക്കുവാൻ മടിക്കുന്ന, അതല്ലെങ്കിൽ അവരുടെ വിശേഷ ദിവസങ്ങൾ ഒന്ന് ഒത്തുചേരുവാൻ പോലും ഇന്ന് മക്കൾ സമയം കണ്ടെത്താത്ത ഒരു ലോകത്ത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരിൽ
ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ മേഖലയിലേക്ക് പുതിയൊരു വഴി കൂടി തുറക്കപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ ബഹുമാന്യനായിരുന്ന പിതാവ് TP കേളുക്കുട്ടി അവരുടെ നാമധേയത്തിൽ നരിക്കുനിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ഒക്കെ എല്ലാ മേഖലയിലും സ്പർശിച്ച് മുന്നോട്ട് പോകുവാൻ, ആരോഗ്യ വിദ്യാഭ്യാസ ക്ഷേമ പ്രവർത്തന മേഖല എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ്റെ പൊതുസമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലും സ്പർശിച്ചുകൊണ്ട് അത് മുന്നോട്ട് പോകുമെന്നതിൽ തർക്കമില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് സഹായങ്ങൾ പൊതുസമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരിലുള്ള ചാരിറ്റബിൾ ട്രസ്റ്റിൽ കാറ്റലിസ്റ്റിൽ വരുന്ന കുട്ടികൾക്ക് പോലും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് നിർധനരായിട്ടുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് അതിനൊരു ട്രസ്റ്റുണ്ട്. ആ ട്രസ്റ്റിൻ്റെ സ്വീകാര്യതയ്ക്കനുസരിച്ച് അതിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് പരമാവധി കുട്ടികൾക്ക് അവിടെ സൗജന്യ വിദ്യാഭ്യാസം ഉൾപ്പെടെ അദ്ദേഹം ഉറപ്പ് നൽകുന്നുണ്ട്. നാളെ നല്ലൊരു മേഖലയായി ഈ യോഗത്തിലേക്ക് സന്ദർഭമായി കടന്നു വരുന്ന ബഹുമാന്യനായ സന്തോഷ് മാസ്റ്റർ, മടവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അദ്ദേഹത്തെ ആർദ്രവുമായി സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ പരിസര പ്രദേശങ്ങളിലും നമ്മുടെ പ്രദേശത്തുമൊക്കെ ഒരു വലിയ വടവൃക്ഷമായി ഈ ട്രസ്റ്റ് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ അധ്യക്ഷ ഭാഷണം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.